കേരളത്തിലും തമിഴ്നാട്ടിലും ലക്ഷ്യം വയ്ക്കപ്പെടുന്നത് സനാതനധർമ്മമാണ്. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ തിരുപ്പറംകുன்றത്തെയാണെങ്കിൽ കേരളത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ശബരിമലയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. സനാതനധർമ്മത്തിൻ്റെ നട്ടല് തകർത്താലല്ലാതെ, അതിൻ്റെ വിശ്വാസങ്ങളും ദർശനങ്ങളും തകർത്താലല്ലാതെ അവരുടെ രാഷ്ട്രീയ വിജയം സാധ്യമല്ല എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇതേ ബോധ്യമുള്ള മറ്റൊരു വിഭാഗമാണ് പോപ്പുലർ ഫ്രണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ദക്ഷിണേന്ത്യ ആകെ തന്നെ മറ്റൊരു രാജ്യമാക്കി മാറ്റണമെന്നുള്ള ആഗ്രഹവുമായിട്ട് നടക്കുന്നത്. അതെല്ലാം എന്നെ ഈ അടുത്ത കാലത്ത് പറയുകയും ചെയ്തത്. ഇവർക്ക് സനാതനധർമ്മത്തോട് ഇത്ര വെറുപ്പുണ്ടാവാനുള്ള കാര്യം ഇത് തന്നെയല്ലേ? ശരിയാണല്ലോ. കാര്യം ഇപ്പോൾ തുടങ്ങിയതല്ല, സ്റ്റാലിനും തുടങ്ങിയതല്ല, പിണറായിയുടെ കാലത്തും തുടങ്ങിയതല്ല. വർഷങ്ങൾ മുമ്പ് തന്നെ ഇതേപോലുള്ള പ്രവർത്തനം നടത്തിയിരുന്നു. കമ്മ്യൂണിസം ഭാരതത്തിലേക്ക് കടന്നു വന്നത് എപ്പോഴാണ്? ആരിൽ കൂടിയിട്ടാണ് ശരിക്കും നോക്കുമ്പോൾ? അത് ഭീകരവാദികളായിട്ടുള്ള തീവ്രവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസം തുടങ്ങിയത്. ശരിക്കും ആ മീറ്റിങ്ങിൽ പോലും, ഫസ്റ്റ് മീറ്റിങ്ങിൽ പങ്കെടുത്തത് അങ്ങനെയാണ്. അത് പുറത്ത് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് കേരളത്തിലേക്ക് കമ്മ്യൂണിസം കടന്നു വന്ന സമയത്തും ഈ തരം ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസം തുടങ്ങിയത് മുഴുവൻ. ഇസ്ലാമിക തീവ്രവാദികൾ നേരത്തെ മുതൽ, വളരെ കാലം മുതലേ ലക്ഷ്യം വെച്ചിരുന്നു കേരളത്തെയും ദക്ഷിണേന്ത്യയെയും എല്ലാം തകർക്കുക എന്നുള്ളത്. ആ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടിയ ഒരു കൂട്ടാണ് ശരിക്കും കമ്മ്യൂണിസം. 1921 മാപ്പിള കഴിഞ്ഞ അധികം വർഷം കഴിഞ്ഞതിന് മുമ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തുടങ്ങുന്നത്. ആ സമയത്ത് നിരാശരായ ഹിന്ദു വിഭാഗം, സർവവും നശിച്ചു എന്ന് ചിന്തിച്ച ഹിന്ദു വിഭാഗം, EMS പോലും സ്വന്തം വീട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഒരു 4 വർഷം 5 വർഷം കഴിഞ്ഞ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിജയഭാവം ചെയ്യുന്നത്. അന്ന് കോൺഗ്രസ് ആയിരുന്നു ഇവരെല്ലാവരും. പക്ഷേ ഇതെല്ലാം കൂടി കൂട്ടിക്കലർത്തി നോക്കുന്ന സമയത്ത്, യോജിപ്പിച്ച് നോക്കുന്ന സമയത്ത്, ഈ ഹിന്ദുത്വ ശക്തികൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹിന്ദുത്വം വേരൊഴിച്ച ഒരു അന്തരീക്ഷം ഉണ്ടായി കഴിഞ്ഞാൽ, ഇത് ഇവർക്കെല്ലാവരുടെ വളർച്ചയ്ക്കും തകരാറായിരിക്കും എന്നുള്ളവർ ചിന്തിച്ചിരുന്നു. അടുത്ത കാലത്ത് നമ്മളൊന്ന് കണ്ടു കട്ടിംഗ് സൗത്ത് എന്നൊരു പരിപാടി. ഈ കട്ടിംഗ് സൗത്ത് കൊണ്ട് എന്താണ് അവരുദ്ദേശിച്ചത്? ഭാരതത്തിൻ്റെ തെക്ക് ഭാഗം മുഴുവൻ ഒരു പ്രത്യേക പ്രദേശമാണ്, അത് ഭാരതത്തിൻ്റെ ഭാഗമല്ല എന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദ്രാവിഡ കഴകം തുടങ്ങി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇതേ ചിന്തയോട് കൂടിയിട്ടായിരുന്നല്ലോ. കേരളത്തിലും ചില ആൾക്കാർ പ്രസംഗിച്ച് നടന്നിരുന്നു അതേ കാലഘട്ടത്തിൽ, കേരളം ഭാരതത്തിൻ്റെ ഭാഗമല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ. അതുകൊണ്ട് കേരളം വേറൊരു സ്റ്റേറ്റ് ആകണം. EMS എഴുതിയത് എന്തായിരുന്നു? 17 സ്റ്റേറ്റാണ്, പിന്നെ ഭാഗങ്ങളാണ് ഭാരതം, സെപ്പറേറ്റാണ്, അതൊരു ഫെഡറേഷനാണ്. ഈ വിധത്തിൽ പറഞ്ഞിരുന്നില്ലേ? ഇതും പരസ്പരം യോജിച്ച് നോക്കുന്ന സമയത്ത് അങ്ങ് തമിഴ്നാട്ടിൽ പറഞ്ഞ അതേ കാര്യം കേരളത്തിൽ അവർ കൊണ്ടുവന്നിരുന്നു. പക്ഷെ കേരളത്തിൽ അതിന് വിലപ്പോകാത്തതിൻ്റെ ഒരു കാരണം, കേരളത്തിൽ ഏത് വിഭാഗമാണെങ്കിലും ശരി, അവർക്ക് പൊതുവായിട്ട് ഭാരതത്തിനോടൊരു കൂറുണ്ട്. ഭാരതത്തിൻ്റെ ഭാഗം തന്നെയാണ് കേരളം എന്ന കാലത്തെ ആൾക്കാർ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് ഇത്രയൊക്കെ പ്രവർത്തിച്ചിട്ടും അവർക്കൊരു വിലപ്പോകാൻ സാധിച്ചില്ല. തമിഴ്നാട്ടിലും നിരീശ്വരവാദികളുടെ കോട്ടയാണ് തമിഴ്നാട് എന്ന് പറയുമ്പം, ആ തമിഴ്നാട്ടിലും വിശ്വാസികളായുള്ള നല്ലൊരു വിഭാഗമുണ്ട്. ഇപ്പോൾ തന്നെ ഉദയഗിരിയുടെ അമ്മ, അവർ ക്ഷേത്രത്തിൽ പോണ സ്ത്രീയാണ്. അതെ, സ്വന്തം വീട്ടിൽ പോലും അവർക്ക് നിരീശ്വരവാദികളെ, ഇല്ലേ, ഹൈന്ദവ വിരുദ്ധരായുള്ള ആൾക്കാരെ, സനാതനധർമ്മ വിരുദ്ധരായ ആൾക്കാരെ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇതേ സ്ഥിതി കേരളത്തിലുമുണ്ട്. അപ്പം നേരത്തെ മുതലേ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊരു സെപ്പറേറ്റ് രാഷ്ട്രമാണെന്നും സെപ്പറേറ്റ് ചിന്തയാണെന്നും ഈ സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഒന്നിച്ചുകൂടി നടത്തണം എന്നുള്ളതായിരുന്നു. ഇതിലാണ് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ആൾക്കാരുടെ പ്രസക്തി വരുന്നത്. അവരുടെ ആഗ്രഹം എന്താ? ഈ ധർമ്മത്തെ മുഴുവൻ നശിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ കിട്ടിയ തുരുമ്പ് അവർ കൂടെ പിടിച്ചു. അത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവിടെ DMK-യോട്. 2 സ്ഥലത്തും, മീനാക്ഷിപുരം പോലുള്ള സ്ഥലങ്ങളിൽ കുറേ വർഷങ്ങളായിട്ട്
ഹിന്ദുത്വത്തിൻ്റെ നേരെ, ഹിന്ദു ആളുകളുടെ നേരെ, ഹിന്ദു നേതാക്കന്മാരുടെ നേരെ ഭീകരമായുള്ള ആക്രമണം ഉണ്ടായിരുന്നു. ഇത് തന്നെ കേരളത്തിൽ വിലപ്പോയില്ലെങ്കിലും ഇടയും പോപ്പുലർ ഫ്രണ്ട് ഈ പ്രവർത്തനം നടത്തി. അതിൻ്റെ ഭാഗമായിരുന്ന പൂന്തറ കലാപം, മാറാട് കലാപം, ഇതേപോലത്തെ പ്രവർത്തനങ്ങൾ. അവിടെ മീനാക്ഷിപുരവും അതേപോലത്തെ പ്രദേശങ്ങളുമാണെങ്കിൽ ഇവിടെ കേരളത്തിൽ തന്നെ ചെയ്തു. കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമല്ല, ഇത് കർണാടകത്തിൻ്റെ പല ഭാഗങ്ങളുണ്ടായിട്ടുണ്ട്, ആന്ധ്രയുടെ ചില ഭാഗങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും. അപ്പോൾ ദക്ഷിണേന്ത്യ ഒരു പ്രത്യേക ഭാഗമായി. അതിന് തുടക്കം കേരളത്തിൽ നിന്നായി, അതിന് മറ്റൊരു ഭാഗം തമിഴ്നാട്ടിൻ്റെ പ്രദേശങ്ങളിൽ നിന്നായി മാറ്റണം എന്നാഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും കൂടി യോജിച്ചുകൊണ്ട് ഈ സനാതനധർമ്മത്തെ നശിപ്പിക്കാനുള്ള എന്താ പറയുക ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം അതിനെക്കുറിച്ച് പറയാൻ. അതാണ് സത്യം. അതെ, ഈ ടുക്രേ ടു ഗ്യാങ് ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ EMS പറഞ്ഞ് 17 കഷ്ണമാക്കണം ഭാരതമെന്ന്. ഭാരതത്തിനെ 16 മുറിക്കാൻ വേണ്ടി ടുക്രേ ഗ്യാങ് എന്ന് പറഞ്ഞിട്ട് ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ഡൽഹി കേന്ദ്രീകരിച്ച് ഒരു വലിയ സംഘം ഉയർന്നു വന്നിരുന്നു. അതിൻ്റെയൊക്കെ നേതാക്കളായിരുന്നു ഈ പറയുന്ന ഷർജീൽ ഇമാമും ഉമർ ഖാലിദും അടക്കമുള്ളവർ. അവരിപ്പോഴും അതേ മുദ്രാവാക്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഉത്തരേന്ത്യയിൽ. ടുക്രേ തന്നെയാണ് അവർ മുദ്രാവാക്യം. അതെ, കാരണം ഈ പോയത് എവിടുന്നാണ് ശരിക്കും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെത്? അതും കേരളത്തിൽ നിന്നാണ് പോയത്. അതെ, യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയി പഠിച്ചത് എവിടുന്നാണ്? കേരളത്തിൽ. അത് കൈകാര്യം ചെയ്തിരുന്ന ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം ആ യൂണിവേഴ്സിറ്റിയിൽ ധാരാളമായിട്ടുണ്ടായി. ആ സ്വാധീനവും ഭീകരവാദിയായിട്ടുള്ള ഇസ്ലാമിക ആളുകളുടെ സ്വാധീനം രണ്ടും കൂടി ചേർന്ന സമയത്ത് ഇത്തരം ആൾക്കാർ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഈ മുദ്രാവാക്യങ്ങൾ തൊക്കട എന്നുള്ള മുദ്രാവാക്യങ്ങൾ അവിടെ മുഴങ്ങിക്കേട്ടത്. അവിടെ മാത്രമല്ല, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എവിടെയെല്ലാം പഠിക്കാൻ പോയോ ആ സ്ഥലങ്ങളിൽ മുഴുവൻ ഇതിൻ്റെ വേരുകളുണ്ടായി. അടുത്ത കാലത്ത് ബോംബ് സ്ഫോടനം നടത്തിയിട്ടുള്ള ആളുകൾ സാധാരണക്കാരല്ലല്ലോ, വൈറ്റ് കോളേഴ്സ് അല്ലേ? അതെ. ആ ഇത് നോക്കുന്ന സമയത്ത് അവിടെ പഠിച്ചുയർന്ന അവരുടെ പ്രതിജ്ഞയ്ക്ക് പോലും വിരുദ്ധമായി പെരുമാറുന്ന ഡോക്ടർമാർ, ആ ഡോക്ടർമാർ പോലും അതിൽ വളർന്നു വന്നില്ലേ? അപ്പോൾ സാധാരണക്കാരല്ലാത്ത ഉന്നത ശ്രേണി അലങ്കരിക്കേണ്ട ഈ നാടിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കൂട്ടുനിൽക്കേണ്ട ആൾക്കാർ നാട്ടിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മനോഭാവം എവിടുന്ന് ഉയർന്നു വന്നു? അതിലൊരു വിഭാഗത്തിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്നാണെങ്കിൽ മറ്റൊരു വിഭാഗത്തിൻ്റെ അവർ തനി രാഷ്ട്രീയത്തിൽ നിന്നാണ്. ഒരു ബുക്കിൽ നിന്നാണല്ലോ ഈ ഭീകരവാദത്തിന് മുഴുവൻ വളർച്ചയുണ്ടായത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൽ നിന്നാണല്ലോ മറ്റേ വിഭാഗത്തിൻ്റെത് ഉണ്ടായത്. രണ്ടും വൈദേശികമായിട്ടുള്ള ചിന്തയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത്. രണ്ടും മണലാരണ്യത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അവിടെ മുള്ളുകൾ മാത്രമേ വളരുന്നുണ്ടായിരുന്നുള്ളൂ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് സ്വഭാവം ഇവരുടേത് അത് തന്നെയാണ്, മുള്ളിൻ്റെതായുള്ള സ്വഭാവം. കാരണം ഒരു ഭീകരമായ അന്തരീക്ഷം ജീവിതത്തിൽ നിന്ന് വരുന്ന, മനസ്സിൽ നിന്ന് വരുന്ന, ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരന്തരീക്ഷത്തിൽ നിന്ന് വളർന്നു വന്നവരാണ് ഈ വിഭാഗക്കാർ എല്ലാവരും. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ സ്വാഭാവികമായിട്ടും അതാണ്. ആ മതങ്ങളും അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ എല്ലാം കാരണം. അപ്പം അന്ന് EMS അത് പറഞ്ഞു. ഇന്ന് അതേ ചിന്താഗതി പോയിട്ടില്ല. പക്ഷേ അന്ന് അതിനെ കൂടുതൽ പ്രതിരോധിക്കാൻ ആളുകളുടെ എണ്ണം കുറവായിരുന്നു. ഇന്ന് പ്രതിരോധിക്കാനുള്ള ശക്തിയും കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്ര വില പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അധികകാലം ഇവർക്ക് ഈ പറയുന്ന സനാതന വിരുദ്ധമായിട്ടുള്ള ഒരു തത്വചിന്ത കൊണ്ട് നടക്കാൻ കഴിയില്ല. അത് ആക്രമിക്കപ്പെടും, അത് ഇല്ലാതാക്കപ്പെടും. കാരണം സനാതനമാണല്ലോ. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സനാതനം നശിക്കപ്പെടില്ല, നശിപ്പിക്കാൻ സാധ്യമല്ല. നശിപ്പിക്കാൻ സാധ്യത ജനങ്ങളുടെ ഹൃദയത്തിലുള്ളതാണ്. ഈ നാടിൻ്റെ സംസ്കാരമാണ്, നാടിൽ എഴുകിച്ചേർന്നതാണ്. ഇതിനെ നശിപ്പിക്കാൻ സാധിക്കാത്തതാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇന്ന് നിരവധി സന്യാസിമാർ രംഗത്തേക്ക് വരുന്നു. പഴയ നശിപ്പിക്കണം എന്നാഗ്രഹിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗം വരുന്ന SFIയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മഹാനുള്ള വ്യക്തി കേരളത്തിൽ വലിയ പരിപാടി നടത്താൻ പോകുന്ന സന്യാസി ശ്രേഷ്ഠൻ. അപ്പം അവരിൽ നിന്നുള്ള ആൾക്കാർ അത് ഉപേക്ഷിച്ചുകൊണ്ടാണ് വരുന്നത്. ഇപ്പം കുറച്ച് സ്വാർത്ഥത കൂടി ഇല്ലാതെയാകുന്ന സമയത്താണ് ഈ ചിന്താഗതി വരാനും പോകുന്നത്. അപ്പം ആ നിലയ്ക്ക് അവർ പരാജയപ്പെടുന്നുള്ളതല്ലേ കണ്ടത്. പിന്നെ അവരെന്തോ ഒരു കാലത്ത് വിളിച്ചിരുന്ന മുദ്രാവാക്യം
മുദ്രാവാക്യം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്നായിരുന്നു. ഇതുപോലെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് പ്രവർത്തിക്കുന്നത്? അല്ല. ഈ കഴിഞ്ഞ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മുഴുവൻ തലയെല്ലാം മൂടിക്കെട്ടി കണ്ണ് മാത്രം കാണുന്ന വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിൽക്കുന്ന ഫോട്ടോസ് നാട്ടിൽ മുഴുവൻ കണ്ടതാണ്. അപ്പോൾ എവിടെയാണ് ഇസ്ലാമിക രക്തമില്ലാത്തത്? ഇതേപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോയി പൊട്ടു തൊടുന്ന ആൾക്കാരെ പ്രവർത്തിക്കാൻ ഇറങ്ങും ഇപ്പോൾ എതിർക്കുന്നില്ല. അവരെന്തായിരുന്നോ മുന്നോട്ട് വെച്ചിരുന്ന അവരുടെ ആശയം, ആ ആശയം മുഴുവൻ തകർന്ന് മണ്ണടിഞ്ഞൊന്നുമില്ലല്ലോ കണ്ടത്. അത് ചൈനയിൽ മാത്രമല്ല, റഷ്യയിൽ മാത്രമല്ല, ക്യൂബയിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഈ കേരളത്തിലും അത് മണ്ണടിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഒരു പരാജയപ്പെട്ട രീതിയിലല്ലേ പോകുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആശയം സനാതനധർമ്മത്തെ തകർക്കാനുള്ള ചിന്താഗതി, ആ ചിന്താഗതി തകർന്നു പോകുന്നു. ഇതാണ് കാണുന്നത്. ഇതിനാണ് തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിൽ മാത്രമല്ല എല്ലാ ഭാഗത്തും ഇത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ സനാതനധർമ്മത്തെ തകർക്കാൻ ഇവർക്കാർക്കും സാധ്യമല്ല. കാരണം അത് ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് ആ നിലയിലാണ്. അത് ഋഷിപ്രോക്തമാണ്. അത് ഗുഹയിൽ തപസ് ചെയ്ത ആളുകളുടെ തപസ്വികളുടേതായുള്ള കാഴ്ചപ്പാടാണ്, ചിന്തയാണ്. അവിടെ ഇതിനെ തകർക്കാൻ സാധ്യമല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിങ്ങൾക്ക് മുന്നിൽ വ്യത്യസ്തവും മറ്റാരും പറയാത്തതുമായ വാർത്തകൾ എത്തിക്കുന്നു. ഈ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനലിൻ്റെ ബെൽ ഐക്കൺ അമർത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.